എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മികച്ച സൈനിങ്ങുകൾ നടത്തുന്നില്ല, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മോശമായ പ്രകടനം, അതൊക്കെയായിരുന്നു മഞ്ഞപ്പട ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മികച്ച സൈനിങ്ങുകളും വരുന്നുണ്ട്. വികാസ് ഷുംനാം അടക്കമുള്ള താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകക്കൂട്ടമായ മഞ്ഞപ്പടയും കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. എന്നാൽ മഞ്ഞപ്പടയുടെ എല്ലാ ആവശ്യങ്ങളും അതൊരു ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്നാൽ മഞ്ഞപ്പടയോട് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പറഞ്ഞത് ഇപ്പോൾ 3 ഇന്ത്യൻ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മഞ്ഞപ്പടയോട് പറഞ്ഞത്. എന്നാൽ അതിൽ 2 സൈനിങ്ങുകളുടെ കാര്യം മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അത് നിലവിലെ ഒഡീഷയുടെ പ്ലെയറായ അമേർ അണവാഡയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇന്നെത്തിയ സൂപ്പർ താരമായ വികാസ് ഷുംനാമുമാണ്. എന്നാൽ മറ്റേ സൈനിങ് ആരാണ്, അതായത് ആ മൂന്നാമത്തെ താരം ആരാണ്, ഇത് തന്നെയാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത്. 3 താരങ്ങളും ഇന്ത്യൻ താരങ്ങളാണെന്നാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മഞ്ഞപ്പടയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ ട്രയൽസിനായി എത്തിയത്, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ഇപ്പോൾ ട്രയൽസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവാൻ എന്ന് പറയുന്ന താരമാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ താരമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ താരം ഇപ്പോൾ 80% ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ അത് 65%, ഇന്നത് 85%, ഏകദേശം 80-85% എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വിവാനാണ് ഈ താരമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ താരം സ്പെയിനിലടക്കം കളിച്ചിട്ടുണ്ട്. കൂടാതെ ഈ താരം ഇന്ത്യൻ താരമാണ്, സ്പെയിനിൽ കളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. താരം ഇന്ത്യൻ താരമാണ്. എന്തായാലും താരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ മൂന്നാമതായി എത്തിയ താരമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി നമുക്ക് കാത്തിരിക്കാം.